പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ കണ്ണൂരിൽ മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ പയ്യന്നൂർ തഹസിൽദാർ പണം വാങ്ങിയിരുന്നതായി ആരോപണം. റിവർ റാഫ്റ്റിംഗ് ടീമിൽ നിന്നും 10,000 രൂപ വാങ്ങിയെന്ന് ചെറുപുഴ പഞ്ചായത്ത് അംഗം അനീഷ് ആന്റണിയാണ് വെളിപ്പെടുത്തിയത്. പകുതി വഴിയിൽ ആംബുലൻസ് മാറ്റിയതിനാൽ പണം തിരിച്ചുകൊടുത്തെന്നും അനീഷ് ആന്റണി പറയുന്നു. റാഫ്റ്റിംഗിന്റെ ആളെന്നും പറഞ്ഞിട്ട് ആൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ തഹസിൽദാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് ഒരു 25,000 രൂപ കൊടുക്കണം എന്നാണ് എന്നും പറഞ്ഞിട്ട് ഈ ആള് എന്നെ വിളിക്കുന്നു. പേര് അനൂപ് എന്നാണ്, ഞാൻ പേര് സേവ് ചെയ്തിട്ടില്ല, എന്നെ വിളിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അനീഷേട്ടാ ഇത് അത്രയും കൊടുക്കാൻ പറ്റത്തില്ല, ഞങ്ങളും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾ അവന്റെ പുറകെ ആയിരുന്നു, അതുകൊണ്ട് അത്രയും ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അനീഷേട്ടന് ഒരു കാര്യം ചെയ്യണം, ഒരു നമ്മുടെ ഈ ചാരിറ്റബിൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിൽ ഈ എണ്ണ മാത്രം അടിച്ചു പോകുന്ന വണ്ടി ഉണ്ടെങ്കിലൊന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് തരാം, അത് ചെയ്യണമെന്ന് പറയുന്നു. ഇവിടുന്ന് പോരുന്ന വണ്ടിക്കാരന് കൊടുത്താൽ മതി വെച്ചാൽ ഇവിടുന്ന് ഏകദേശം എണ്ണ അയാൾ അതും പറയുന്നുണ്ട്, ഒരു 10-13,000 രൂപ മേലെ എണ്ണ പൈസ വരുമെന്ന് ഈ ആംബുലൻസുകാരൻ ഈ തഹസിൽദാരോട് പറയുന്നുണ്ട്. അന്നേരം ഈ തഹസിൽദാർ ആംബുലൻസുകാരോട് പറയുന്നു, ഇതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ എന്നോട് പറഞ്ഞു, ഈ തിരുവനന്തപുരത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ ആംബുലൻസിന് ഈ പൈസ കൊടുത്തേരെ അവർക്ക് അവിടുന്ന് എണ്ണ അടിച്ച് വരാനാന്ന് പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വഴിക്കുന്ന ആംബുലൻസ് മാറ്റി കയറ്റി കഴിഞ്ഞപ്പം ഈ ആംബുലൻസുകാരൻ അവിടെ വന്നില്ല. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിൽ വന്ന് പിറ്റേ ദിവസം ഈ പൈസ തിരിച്ച് എനിക്ക് ആരാണോ ഇട്ട് വന്ന് അവർക്ക് ഇട്ട് കൊടുക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, എത്ര വലിയ അനാസ്ഥയാണ് ഈ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിനോട്, അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് വലിയ അനാദരവ് നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. ഇപ്പോൾ നോക്കൂ, മൃതദേഹം കൊണ്ടുപോകാൻ പയ്യന്നൂർ തഹസീൽദാർ പണം വാങ്ങിയിരുന്നുവെന്ന അതീവ ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വരികയാണ്. എന്താണ് സംഭവിച്ചത്? നീലിമ, നമുക്കറിയാം, പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ രാജേഷ് കണ്ണൂർ ചെറുപുഴയിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ട് മരിച്ചൊരു സംഭവം ഉണ്ടായത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് കൂടാതെ ആ മൃതദേഹം കൊണ്ടുപോകാൻ തഹസിൽദാർ പണം ആവശ്യപ്പെട്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാൻ ഏതാണ്ട് 25,000 രൂപ വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. 10,000 രൂപ കൊടുത്തു. ഈ ആംബുലൻസ് അറേഞ്ച് ചെയ്യാമെന്ന് റാഫ്റ്റിംഗ് ടീം പറഞ്ഞു. എന്നാൽ പണം തന്നാൽ മതിയെന്ന് തഹസിൽദാർ മറുപടി നൽകിയെന്നാണ് പറയുന്നത്. ചെറുപുഴ പഞ്ചായത്ത് അംഗത്തിനൊടുവിൽ ഈ മൃതദേഹം കൊണ്ടുപോയി പകുതി വഴിക്ക് മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി കയറ്റിയതിനെ തുടർന്ന് ഈ പണം തിരികെ നൽകിയെന്നാണ് പഞ്ചായത്ത് അംഗമടക്കം പറയുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കളക്ടർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം മുറയ്ക്ക് നടക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ടിനൊടുവിൽ ഈ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ അടക്കം നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സർക്കാർ ചിലവിൽ വീട്ടിലെത്തിച്ച് അവിടെ സംസ്കാര നടപടികളടക്കം പൂർത്തിയാക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെ ആ മൃതദേഹത്തിന് പോലും പൈസ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ മൃതദേഹം കൊണ്ടുപോകാൻ പോലും പൈസ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിവാദം തന്നെ ആകാനുള്ള സാധ്യതയും ഏറെയാണ് നീലിമ. ശരി മിഥുൻ, കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.